ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം നിത്യേച്ചും തമ്മിലുള്ള സ്നേഹം. മനുവിന്റെ അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഇഷ്ടക്കുറവുണ്ട്. വേറൊന്നും തോന്നണ്ട, നിത്യേച്ചി അവനിൽ നിന്നൊന്ന് അകന്നേ പറ്റൂ. ഇറങ്ങി വാ, നടക്കടാ. എവിടെ പോയതേ രണ്ടാളും കൂടി? ഞങ്ങള് കുറെ കറങ്ങി അല്ലേ ആദിക്കോട്ട? മോൻ ഇതൊക്കെ കൊണ്ട് അകത്ത് വെക്ക്, ചെല്ല്. എടോ, ഞാൻ ഇന്ന് നല്ല ഹാപ്പിയാ. ആദി എന്നെ അച്ഛാന്ന് വിളിച്ചു. സത്യം? അതേടോ. പിന്നെ ഞങ്ങൾ ഇവിടെ വരെ കാറിലിരുന്ന് വാതോരാതെ സംസാരിക്കായിരുന്നു. അതെങ്ങനെ ഇത്ര പെട്ടെന്ന്? എല്ലാം നിത്യേച്ചടം എടുക്കാടോ. ഞാൻ ആദ്യം കൂട്ടി നിത്യേച്ചയെ കാണാനാ പോയത്. വീട്ടിൽ പോയിട്ട് നിത്യേച്ചോട് പുറത്തേക്കൊന്ന് വരാൻ പറഞ്ഞു. നിത്യേച്ചയെ കാണാൻ പോവാണെന്ന് എന്നോടെന്താ പറയാതിരുന്നേ? അത് പെട്ടെന്ന് പറയുമ്പോ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അവന്റെ സന്തോഷമല്ലാടോ നമുക്ക് വലുത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം രഹസ്യമായിട്ട് ചെയ്യാൻ മനന് കുഴപ്പമൊന്നുമില്ലല്ലേ? താനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നോട് പറയാതെ ആദ്യം കൊണ്ട് പുറത്തു പോവുക, എന്നിട്ട് വീട്ടിലേക്ക് പോവാതെ നിത്യേച്ചി പുറത്തേക്ക് വിളിക്കുക. ഇതൊക്കെ അമ്മ അറിഞ്ഞ എന്താ ഉണ്ടാവാന്ന് അറിയാലോ. അമ്മ അറിഞ്ഞാലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. തനിക്കിതിലെന്തോ പറയാനുണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മനു, തുറന്നു പറയാം. അല്ലാതെ തന്നെ ഞാനിവിടെ ഒറ്റപ്പെടുന്നുണ്ടെന്നുള്ള സംശയത്തില. അതിന്റെ കൂടെ മനു കൂടി ഇങ്ങനെ ചെയ്ത. ജ്യോതി, താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിത്യേച്ചെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയൊന്നും അല്ലല്ലോ. നിത്യേച്ചെ അനുഭവിച്ച ത്യാഗങ്ങള്, സ്വന്തം ജീവിതത്തിൽ നിത്യേച്ചെ അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം കണ്ടവനല്ലേ ഞാൻ. എനിക്ക് നിത്യേച്ചയോട് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. എന്റെ അമ്മയോടോ അച്ഛനോടോ ഉള്ളതുപോലത്തെ റെസ്പെക്ട്. എടോ, ഒരിക്കലും നിത്യേച്ചി പറഞ്ഞു തന്ന ജീവിത പാഠങ്ങളാ പിന്നെ മുന്നോട്ട് പോയപ്പോഴൊക്കെ ഞാൻ ഓർത്തതും മനസ്സിൽ കൊണ്ടു നടന്നതും ഒക്കെ. എന്നിട്ടും താൻ മനുവിന്റെ തീരുമാനങ്ങളിൽ ഇടപെടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ മനു എന്നെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാ. കൂടെ ജീവിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമാണ്. വേണ്ടായിരുന്നു എന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കരുത്. ജ്യോതി, ആദിക്കിപ്പോ എങ്ങനെയുണ്ട്? അവൻ ഹാപ്പിയാണോ അവിടെ? എടി, മനുവിന്റെ കൂടെ പോയപ്പോ അവൻ ഓക്കെ ആയിരുന്നു. എടി, നീ എന്തോന്നും പറയാത്തെ? ഞാൻ ആദിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജ്യോതി, പണ്ടത്തെ പോലൊന്നും അല്ല. നീ അവനോട് നല്ല അടുപ്പം കാണിക്കണം. അതെങ്ങനെയാ ഞാൻ അവനോട് അടുപ്പം കാണിക്കുന്നേ? എന്തുപറ്റി? സ്ഥാനം വിട്ടുകൊടുക്കാൻ നിത്യേച്ചി തയ്യാറല്ലല്ലോ. എന്താ മോളെ നീ പറയുന്നേ? മനു എന്നോട് പറയാതെ ആദ്യ കൂട്ടി ഇറങ്ങിയത് നിത്യേച്ചി കാണാൻ. നിത്യേച്ചിയുടെ അടുത്ത് അവര് വന്നപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. അത് പെട്ടെന്ന് ഞാൻ അവനെ കണ്ട സന്തോഷത്തില്. നിത്യേച്ചിയുടെ സന്തോഷം, നിത്യേച്ചിയുടെ സങ്കടം,
നിത്യേച്ചിയുടെ ഫീലിങ്സ്. അതല്ലാതെ മറ്റുള്ളവർക്ക് ഇത് വല്ലതും ഉണ്ടോന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജ്യോതി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിത്യേച്ചി, ഞാനിപ്പോ ഒരു പുതിയ വീട്ടിലാ. ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളും ഉണ്ട്. അതെല്ലാം നിത്യേച്ചിയോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം നിത്യേച്ചി തമ്മിലുള്ള സ്നേഹം. മനുവിന്റെ അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഇഷ്ടക്കുറവുണ്ട്. വേറൊന്നും തോന്നണ്ട. നിത്യേച്ചി അവനിൽ നിന്നൊന്ന് അകന്നേ പറ്റൂ. ജ്യോതി, നീ തന്നെയാണോ ഈ പറയുന്നത്? ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ അകന്നു നിന്ന ഒരു പെണ്ണല്ല ഇപ്പൊ ഞാൻ. ഭർത്താവുണ്ട്, അയാളുടെ കുടുംബമുണ്ട്. ഞാനും ചിലതൊക്കെ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. സോറി മോളെ. നിനക്ക് ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിയാ, മനു ആദ്യം വന്നപ്പോ നിന്നെ ഞാൻ വിളിച്ചില്ല. പക്ഷെ ഞാൻ എന്താ കരുതിയെന്നറിയോ? നീ എന്റെ അനിയത്തിയല്ലേ, ഇതൊക്കെ നിനക്ക് സന്തോഷായിരിക്കുന്ന. നിന്നെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാ മതി. നിത്യേച്ചി എല്ലാവർക്കും ഇഷ്ടം, മനുവിനും ആദിക്കും എല്ലാവർക്കും. പക്ഷെ അത് എന്നോടുള്ള ഇഷ്ടക്കുറവായിട്ട് മാറരുത്. ഇതെന്റെ ഒരു റിക്വസ്റ്റാ. എന്തു പറ്റും മോളെ? ആരായിരുന്നു ഫോണില്? ജ്യോതിയ. സംസാരിച്ച് തീരുന്നതിന് മുന്നേ അവള് ഫോൺ വെച്ചു. അല്ല, അതെന്താ മോളെ? എന്താ നീ വല്ലാതിരിക്കുന്നേ? അതമ്മേ, മനൊന്ന് ആദ്യം കുട്ടി വന്നില്ലേ, അത് മനു അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവക്കത് വലിയ വിഷമായി. അല്ല, അതിന് എന്ത് വിഷമം? അവളിപ്പോ പഴയതുപോലൊന്നും അല്ലല്ലോ അമ്മേ. അവളൊരു കുടുംബിനിയല്ലേ, അതുകൊണ്ടാവും. അതൊന്നും അല്ലല്ലോ മോളുടെ മുഖത്ത്. ജ്യോതി നിന്നെ വഴക്ക് പറഞ്ഞു? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ?